ഹലോ എവ്രിവൺ 2024 ജനുവരിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ മിസ്റ്ററി സർവൈവൽ ത്രില്ലറാണ് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ്. പാരന്റ്സിന്റെ മരണശേഷം ഒറ്റയ്ക്കായി പോകുന്ന ജിയാൻ എന്ന പെൺകുട്ടിയെ അവളുടെ അങ്കിൾ ഏറ്റെടുത്ത് വളർത്തുന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അങ്കിൾ മരണമടഞ്ഞതോടെ മിസ്റ്റീരിയസ് ആയ ഒരുപാട് കാര്യങ്ങൾ ജിയാൻ നേരിടേണ്ടി വരുന്നു. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് അവളുടെ അങ്കിൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന സത്യം അവൾ മനസ്സിലാക്കുന്നത്. ചില ഡ്രാമകൾ നമ്മൾ ഒറ്റയടിക്ക് മൊത്തം കണ്ടു തീർക്കില്ലേ, അങ്ങനെ ഒന്നായിരുന്നു എനിക്കിത്. ഒട്ടും വൈകിക്കാതെ കഥയിലേക്ക് പോകുമ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വില്ലേജ് ആണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. ഇന്ന് 18 മണിക്കൂർ മിലിറ്ററിക്കാരുടെ ഫയർ ആം ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കഴിയുന്നതിന് മുന്നേ ആരും പുറത്തിറങ്ങി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. വിത്തൗട്ട് പെർമിഷൻ ഈ ഏരിയയിൽ ആരെങ്കിലും വന്നാൽ അത് ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാം എന്നായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ്. ഈ സമയം ഒരു പാലത്തിന് മുകളിൽ ഒരു വാനിൽ സിയോങ്ജോ എന്ന് പറയുന്ന ഒരുത്തൻ റൈഫിളിൽ ഒരു വീടിനെയും ലക്ഷ്യം വെച്ച് കാത്തിരിക്കുകയാണ്. സിയോങ്ജോ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നതും ആ വീട്ടിലെ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ ജിയാൻ, അവളെ തൊട്ടില്ല എന്ന രീതിയിൽ പോയി ആ ഷോട്ട് അവിടെയുള്ള ഫോട്ടോയിൽ പോയിക്കൊള്ളുന്നു. പെട്ടെന്ന് തന്നെ ജിയാൻ ഒരു മൂലയിലേക്ക് പോയി ഒളിക്കുകയാണ്. നോക്കുമ്പോൾ ആ വീട്ടിൽ ജിയാൻ മാത്രമല്ല ഉള്ളത്, ഓൾറെഡി മുറിവ് പറ്റിയിട്ടുള്ള ഒരു പെണ്ണും പാതിബോധത്തിൽ നിലത്ത് കിടക്കുന്ന ഒരു ചെറുക്കനും ഉണ്ട്. ഇപ്പോഴാണ് അവിടെ കിടക്കുന്ന ഗൺ ജിയാൻ ശ്രദ്ധിക്കുന്നത്. അതെടുക്കാൻ വേണ്ടി ജിയാൻ പോകുന്നതും സിയോങ്ജോ അതിനെ ഷൂട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ചിരിക്കുകയാണ് ജിയാൻ. ഈ സമയം അവൾക്ക് അവളുടെ അങ്കിൾ ജിൻമാന്റെ ഓർമ്മകൾ വരികയാണ്. പണ്ട് ഇവരൊരുമിച്ച് ഒരു ആക്ഷൻ പടം കണ്ടോണ്ടിരിക്കെ രണ്ടു ഭാഗത്തൂടെ വെടിവെച്ചിട്ടാ ആ നായകനെ അവർക്ക് കൊല്ലാൻ പറ്റില്ലേ എന്ന് ജിയാൻ ചോദിക്കുമ്പോൾ അവൻ ബ്ലൈൻഡ് സ്പോട്സ് നോക്കിയിട്ടാണ് ആ കണ്ണുകളെ മറികടക്കുന്നത്. ജിയാൻ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ സമയം നിനക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്ന് എന്ന് ചോദിക്കുന്ന ജിൻമാനോട് പിന്നെ കാണാൻ കഴിയാതെ എന്ന് ജിയാൻ മറുപടി നൽകുമ്പോൾ അതിന് നീ ഒരു ഡ്രാഗൺ ഫ്ലൈ ഒന്നുമല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ കണ്ണുകൊണ്ട് എളുപ്പത്തിൽ കാണാത്ത ഒരുപാട് ബ്ലൈൻഡ് സ്പോട്സ് ഉണ്ടായിരിക്കും. അവയെ നമ്മൾ ബുദ്ധിപൂർവ്വം കണ്ടുപിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു ഓർമ്മ ജിയാനിലേക്ക് വരുന്നതും അതെ, ബ്ലൈൻഡ് സ്പോട്സ് അതാദ്യം കണ്ടെത്തണം. ജിയാൻ ഇപ്പോ പൊട്ടിക്കിടന്ന ഒരു ചില്ലെടുത്ത് ഒരു ചൂലുമായി അറ്റാച്ച് ചെയ്ത് അത് പുറത്തേക്ക് കാണിക്കുകയാണ്. ഇത് കണ്ട സിയോങ്ജോ ആണെങ്കിൽ നീ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ടല്ലേ എന്നും പറഞ്ഞ് അതിനെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ജിയാൻ നിർത്തിയില്ല. ഇപ്പോ അവൾ ഒന്നുകൂടെ മുകളിലേക്ക് പിടിക്കുകയാണത്. എന്നാൽ ഇപ്രാവശ്യം സിയോങ്ജോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് കാര്യമായ കുഴപ്പങ്ങളൊന്നും പറ്റുന്നില്ല. അതോടെ ഇവൻ ഏത് ഭാഗത്ത് നിന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നതെന്ന കാര്യം ജിയാന് മനസ്സിലാകുന്നു. അതുകൊണ്ട് മുകളിൽ കയറി താഴേക്ക് ചാടാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. ഇവൾ എന്തോ കണക്കുകൂട്ടലാണെന്ന് മനസ്സിലാക്കിയ സിയോങ്ജോ ഡ്രൈവറോട് വണ്ടി ഒന്നുകൂടെ മുന്നിലോട്ട് എടുക്കാൻ വേണ്ടി പറയുന്നു. വണ്ടി മുന്നോട്ട് പോകുന്നതും ചാടാൻ വേണ്ടി നിൽക്കുന്ന ജിയാൻ സിയോങ്ജോയുടെ ഗണ്ണിന്റെ എയിമിൽ വരുന്നു. ബൂം, എല്ലാം ഒരുമിച്ച്. പക്ഷേ താഴേക്ക് ചാടിയ ജിയാന്റെ മുകളിലൂടെ പോവുകയാണ് ആ ഷോട്ട്. പെട്ടെന്ന് തന്നെ ജിയാൻ സിയോങ്ജോ സോഫയുടെ അടിയിലോട്ട് വെടിവെച്ചിട്ട് ആ ഒരു ഗണ്ണെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി ആ സോഫ മലർത്തിയിടുന്നതും അതിനുള്ളിൽ വേറൊരു അടാറായിട്ട് വീണ്ടും ജിയാനെ ലക്ഷ്യം വെച്ചിരിക്കുന്ന സിയോങ്ജോ ഇപ്പൊ കാണുന്നത് ഒരു വലിയ റൈഫിളും കൊണ്ട് ഇവനെ എയിം ചെയ്തിരിക്കുന്ന ജിയാനെയാണ്. അതെ, ജിയാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുവാണ്. എന്നാൽ ഇവിടെ വെച്ച് സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് ഇതിന് മുന്നേയുള്ള കാര്യങ്ങളാണ്. ജിയാൻ ഒരുത്തനെ തല്ലി എന്ന പേരിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ജിയാന്റെ കയ്യിൽ നിന്ന് മടി വാങ്ങിയവരാണെങ്കിൽ അവളെ ജയിലിലിടാൻ പറഞ്ഞ് അലാതെക്കൊണ്ടിരിക്കുവാണ്. പോലീസ് സംഭവ സ്ഥലത്തെ CCTV നോക്കുമ്പോൾ കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് വുമൻസിന്റെ ടോയ്ലറ്റ് കയറിയ ഒരുത്തനെയാണ് ജിയാൻ ഇപ്പൊ പഞ്ഞിക്കിട്ടിരിക്കുന്നത്. പോലീസിന്റെ അടുത്ത് വന്നവള് എന്റെ അടുത്തല്ല പ്രശ്നം, അവൻ ആദ്യം ലേഡീസിന്റെ ടോയ്ലറ്റിൽ വന്ന് കയറി, അത് തടയാൻ പോയാ എന്നെ അവൻ അടിക്കാനും നോക്കി എന്ന് പറയുന്ന ജിയാനോട് ഇതെല്ലാം ശരിയാ, പക്ഷെ ഒരാളെ ഇങ്ങനെ പട്ടിയെ പോലെ തല്ലാൻ പാടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്ക്, ഏതെങ്കിലും ഗാർഡിയൻ വന്നാൽ ഞാൻ നിന്നെ പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് ആ പോലീസുകാരൻ. വേറെ വഴിയില്ലാതെ ജിയാനാണെങ്കിൽ അവരുടെ അങ്കിൾ ജിൻമാനെ വിളിക്കുവാണ്. എന്നാൽ ആ ഫോൺ എടുക്കുന്നത് വേറൊരു പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു പോലീസുകാരനാണ്. ഇത് ജിയാനാണോ? ഞാൻ യോചാങ് പോലീസ് സ്റ്റേഷനിലെ പാക് ജിൻവു. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുവായിരുന്നു. അതായത് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ പേടിക്കരുത്, നിന്റെ അങ്കിളിനെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് ഫോണിലൂടെ ആ പോലീസുകാരൻ പറയുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ട ഷോക്കിൽ നിന്നു പോവുകയാണ് ജിയാൻ. സീൻ കട്ടാകുമ്പോൾ നാട്ടിൽ ജിൻമാന്റെ വീട്ടിലോട്ട് പോകുന്ന ജിയാൻ അവനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ജിൻമാൻ ജിയാന്റെ റൂമിൽ കള്ളന്മാരൊന്നും കയറാതിരിക്കാൻ വേണ്ടി ജനലിൽ ഓരോ ബാറൊക്കെ വെക്കുന്നത് കണ്ട് എന്റെ റൂമിൽ ഏത് കള്ളവെന്ന് കയറാനാ, അങ്ങനെ കയറുവാണെങ്കിൽ തന്നെ ഇവിടെ എന്താ ഇരിക്കുന്നേ എന്ന് ചോദിക്കുവാണ്. ഒരു ബുള്ളറ്റ് പ്രൂഫിന്റെ ഷെൽഫും അവൾക്ക് വേണ്ടിയിട്ട് അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ നീ കയറിയിരുന്ന ഒരു ബുള്ളറ്റിന് നിന്നെ തൊടാൻ പറ്റില്ല എന്നെല്ലാം ജിൻമാൻ പറയുന്നത് കേൾക്കുമ്പോൾ അതിനാരാ ബുള്ളറ്റും കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നേ എന്ന് ചോദിക്കുകയാണ് ജിയാൻ. ഇപ്പോഴാണ് ജിയാന്റെ സ്റ്റുഡന്റ് ID കാർഡ് അവിടെ ഇരിക്കുന്നത് ജിൻമാൻ ശ്രദ്ധിക്കുന്നത്. ഈ സമയം ജിയാനാണെങ്കിൽ അങ്കിളെ മറ്റു ലവനില്ലേ, അവനൊരു ആക്സിഡന്റ് പറ്റി കാലും കൈയൊക്കെ ഒടിഞ്ഞെന്നാ ഞാൻ കേട്ടെ. അവൻ എന്നെയും എന്റെ കൂടെ ജോലി എടുത്തവരെ വിളിച്ച് എല്ലാ പൈസയും തിരിച്ചു വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ദേഷ്യം പിടിച്ചിരിക്കുമായിരുന്നു. ആ സമയം ഞാൻ അങ്കിൾ പഠിപ്പിച്ച പോലെ ആകാശത്തേക്ക് നോക്കി 3 തവണ അങ്കിളുടെ പേര് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ശരിക്കും വർക്കായെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിക്കും വർക്കായി, അവന്റെ കൈയും കാലും തല്ലിയൊടിച്ചത് ഞാനല്ലേ എന്ന് ജിൻമാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഓ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരിക്കുവാണ് ജിയാൻ. ഈ സമയം ജിൻമാനാണെങ്കിൽ ജിയാന്റെ സ്റ്റുഡന്റ് ID കാർഡിന്റെ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ കാര്യം തിരക്കുന്ന ജിയാനോട് നിനക്കറിയോ, ഒരു സോൾജർ മരിച്ചാൽ അയാളുടെ സർവീസ് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി അത് അയാളുടെ പല്ലിൽ ഒളിപ്പിക്കും. നിന്റെ ബർത്ത്
നമ്പർ മരണം തൊട്ട് ജീവിതം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ സ്കൂൾ ID നമ്പർ എന്തൊക്കെ വന്നാലും നീ മറക്കരുത് എന്ന് പറഞ്ഞ് ജിൻമാൻ പലതവണ അത് അവൾക്ക് വേണ്ടി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുവാണ്. ഇതെല്ലാം ടാക്സിയിലിരുന്ന് ആലോചിക്കുന്ന ജിയാൻ അങ്കിൾ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് എന്റെ സ്കൂൾ ID നമ്പറാ എന്നും പറഞ്ഞിരിക്കുവാണ്. ഈ സമയം ആ ടാക്സി ഡ്രൈവർ, നീ ജിൻമാന്റെ ചേട്ടന്റെ മോളല്ലേ, ഞാൻ അവന്റെ ഫ്രണ്ടാ, നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നീ സോളിൽ നിന്നായിരുന്നല്ലേ പഠിച്ചിരുന്നേ, അല്ല ജിൻമാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന ടാക്സി ഡ്രൈവർ ചോദിക്കുമ്പോൾ അങ്കിൾ മരിച്ചുപോയി എന്ന് പറയുകയാണ് ജിയാൻ ഈ ടാക്സി ഡ്രൈവറെയും കൊണ്ട് വന്നിരിക്കുന്നത് അങ്കിളിന്റെ ഫ്യൂണറിന് വേണ്ടിയിട്ട് ഒരു ഹാള് തപ്പിയാണ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഹാളും കാര്യങ്ങളും എല്ലാം ഈ ടാക്സി ഡ്രൈവർ ജിയാന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം അയാളുടെ കാർഡും അവളെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ശേഷം ജിയാൻ വരുന്നത് ജിൻമാനെ കാണാൻ വേണ്ടിയിട്ട് മോൾച്ചറിയിലോട്ടാണ്. ജിൻമാന്റെ കഴുത്തിലായി ഒരു മുറിവ് കാണുമ്പോൾ ജിയാൻ ഇപ്പോ സ്വയം സൂയിസൈഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ മുറിവാക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ആ പോലീസുകാരനോട്. ഞങ്ങൾ CCTV എല്ലാം ചെക്ക് ചെയ്തു, വേറൊരാളും അവിടേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് സൂയിസൈഡ് ആവാനാ വഴി, ചെക്ക് ചെയ്ത ഡോക്ടറും അത് തന്നെ പറഞ്ഞേ എന്ന് പറയുകയാണ്. ആ പോലീസുകാരൻ ഇപ്പോ ജിയാന്റെ സൈനും വാങ്ങി ജിൻമാന്റെ ബോഡി വീണ്ടും മോൾച്ചറിയിലോട്ടാക്കുന്ന സമയത്താണ് ജിയാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ജിൻമാന്റെ കയ്യിൽ ഇംഗ്ലീഷിലായി മർദേ ഹെൽപ്പ് എന്ന് ടാറ്റു ചെയ്തിരിക്കുന്നു. സീൻ കട്ടാക്കുമ്പോൾ ജിയാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്കിളിന്റെ കൂടെ കുറെ കാലം ഇവൾ ഇവിടെയാണ് ജീവിച്ചത്. പിന്നീട് പഠിക്കാൻ വേണ്ടി സോളിലോട്ട് പോവുകയായിരുന്നു. ജിയാൻ ഇങ്ങനെ ആ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ ഇപ്പൊ അങ്ങോട്ട് ഒരു ചെറുക്കം വരുന്നുണ്ട്. അവന്റെ പേര് ജോങ്മി. ജിയാൻ, നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ജോമിൻ ചോദിക്കുമ്പോൾ നീ ജോങ്മിൻ അല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോ അവൾ ഇങ്ങോട്ട് വന്നത് ഫ്യൂണറലിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്കിളിന്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കുള്ള അങ്കിളിന്റെ ഒരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ല. ഇപ്പൊ ജോങ്മിന്റെ സഹായത്തോടെ ഫാമിലി ഫോട്ടോയിൽ നിന്നും അവന്റെ ഫോട്ടോ മാത്രമായിട്ട് ക്യാപ്ചർ ചെയ്യുവാണ്. ശേഷം അത് എഡിറ്റ് ഒക്കെ ചെയ്ത് ജോങ്മിൻ സെറ്റ് ആക്കുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ജിയാനോട് ജോങ്മിൻ, ഇതെല്ലാം സിമ്പിൾ അല്ലേ, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നത്, അങ്ങനെയാ ഞാൻ നിന്റെ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്. മിലിറ്ററി സർവീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ നിന്റെ അങ്കിളിന്റെ ഒരു നോട്ടീസ് കണ്ടു. നിന്റെ അങ്കിൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഹോസ് എല്ലാം ഒരു വെബ്സൈറ്റ് വഴി വിളിക്കുന്നുണ്ടായിരുന്നു, അതൊന്നുകൂടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആള് വേണമെന്ന് കേട്ടപ്പോൾ ഞാൻ ഇങ്ങ് പോന്നു. അങ്ങനെ നിന്റെ അങ്കിളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അങ്കിൾ മരിച്ചത്. ഞാനാ ബോഡി ആദ്യം കണ്ടേ, പോലീസിനെ അപ്പൊ തന്നെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, ദേ ആ ബാത്റൂമിൽ മരിച്ചു കിടന്നേ, നീ അതിപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ലല്ലേ എന്ന് ജോങ്മിൻ ജിയാനോട് ചോദിക്കുമ്പോൾ അവളില്ലാന്ന് മറുപടി പറയുന്നത് കണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ചെയ്തോളാം, അതിനോർത്ത് പേടിക്കാതെ നീ അങ്കിളുടെ ഫ്യൂണറലിന്റെ കാര്യം നോക്ക് എന്ന് പറയുന്ന ജോങ്മിന് താങ്ക്സ് പറയുകയാണ് ജിയാൻ. അങ്ങനെ ജിയാൻ ആ ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ അങ്കിളിന്റെ ഫ്യൂണറൽ നടത്തുന്നു. ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ജിൻമാന്റെ കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയം ഇവർ വിളിക്കാത്ത 2 ഗസ്റ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. അത് 2 ട്വിൻസ് ആണ്. ഈ സമയം ആ ഫ്യൂണറൽ നടക്കുന്ന ഹാളിന്റെ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ജിൻമാൻ, നമുക്ക് നരകത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം എന്ന് ഒരു സിഗരറ്റും വലിച്ചിരിക്കുന്ന അയാൾ പറയുന്നുണ്ട്. മുഖം വ്യക്തമല്ല. ഇപ്പോ ആ ട്വിൻസ് ആരാന്നറിയാൻ വേണ്ടിയിട്ട് ടാക്സി ഡ്രൈവർ ആണെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഓരോന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ ട്വിൻസ് ആണെങ്കിൽ ഒരു ഭാവമാറ്റവും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ഈ സമയം വീട്ടില് ബാത്റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോങ്മി. ഇപ്പോ അവിടെ ഒരു ഷെൽഫിലായിട്ട് രക്തക്കഥ കാണുന്നതും അവൻ അത് പോയി തുറന്നു നോക്കുവാണ്. അതിന്ന് ജോങ്മിന് ഒരു ചെറിയ ഫോൺ കിട്ടുവാണ്. ഇപ്പൊ ഫ്യൂണറലാണെങ്കിൽ പണ്ട് ജിൻമാന്റെ കൂടെ പഠിച്ചവരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവര് കൂട്ടം കൂടിയിരുന്ന് അവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഈ ജിൻമാനെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു എന്നൊരുത്തം പറയുമ്പോ അത് പണ്ട് അവൻ നിന്റെ പല്ലടിച്ച് തകർത്തോണ്ടല്ലേടാ എന്ന് ചോദിക്കുകയാണ് മറ്റൊരുത്തൻ. ഇപ്പൊ ഒരുത്തൻ പറയുവാണ്, നിങ്ങൾക്കറിയോ ഈ ജിൻമാൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ അവനൊരു ഗ്യാങ് ലീഡർ ആണെന്ന് കേട്ടെ. പോയേടാ ഗ്യാങ് ലീഡറെ ജിൻമാൻ എന്നും പറഞ്ഞ് ചുറ്റുള്ളവർ അതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. അപ്പൊ മറ്റൊരുത്തനാണെങ്കിൽ എടാ വേറൊരു സീക്രട്ട് ഉണ്ട്, അത് അധികം പേർക്കൊന്നും അറിയില്ല. അതായത് ഈ ജിൻമാൻ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയിൽ നിന്ന് വന്ന ഒരു NIS ചാരനാണ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഇതിനേക്കാൾ ഭേദം ഇവന്റെ ഗ്യാങ്സ്റ്റർ ആയിരുന്നു. എടാ അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ എല്ലാ വിഷയങ്ങൾക്കും വട്ടപൂജയായിരുന്നു, അവനല്ലേ NIS എടുക്കാൻ പോകുന്നത്. ഈ സമയം ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ അങ്ങോട്ട് കരഞ്ഞു വിളിച്ചു വരുന്നുണ്ട്. നിനക്കൊക്കെ എന്തറിയാടാ ജിൻമാനെ കുറിച്ച്? പണ്ട് നമ്മുടെ അച്ഛന്മാരുടെ എല്ലാം പണം ഗാംബ്ലിംഗിലൂടെ നഷ്ടപ്പെട്ടപ്പോ അത് കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിച്ചത് ആരാന്ന വിചാരം? അത് നമ്മുടെ ജിൻമാനാടാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മറ്റവരാണെങ്കിൽ ജിൻമാൻ നിനക്കത് ഞങ്ങളോട് പറയായിരുന്നടാ എന്ന് പറഞ്ഞിരിക്കുവാണ്. ഈ സമയം ഒരു സ്ഥലത്തിരുന്ന് ജിയാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഓർത്തത് അങ്കിളിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാന്ന്, പക്ഷെ ഇപ്പൊ മനസ്സിലായി എനിക്ക് അങ്കിളിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. അങ്ങനെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചിതാഭസ്മം സൂക്ഷിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയം സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് തീപ്പെട്ടി തിരയുന്ന ജിയാന്റെ അടുത്തേക്ക് വന്ന് അത് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാം പോകുന്ന വണ്ടിയിലെ ഡ്രൈവർ. നീ വലിച്ചു തന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ജോങ്മിൻ അങ്ങോട്ട് വരുവാണ്. ഞാനും വരാൻ നിന്റെ കൂടെ എന്ന് അവൻ പറയുന്നു. എല്ലാവരും കൂടെ അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കെ ജിൻമാന്റെ സ്കൂളിൽ പഠിച്ച ലവന്മാരില്ലേ, അവരാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, സ്വന്തം അങ്കിൾ മരിച്ചിട്ട് ഇവൾ ഒരു തുള്ളി പോലും കരഞ്ഞിട്ടില്ല. ചിലപ്പോ അവരത്ര ക്ലോസ് ആയിരിക്കില്ല. ഈ പറയുന്നതൊക്കെ ജിയാനും ജോങ്മിനും എല്ലാം കേൾക്കുന്നുണ്ട്. നീ അതൊന്നും കാര്യമാക്കണ്ട, എന്തായാലും നീ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തേ എന്ന് പറയുന്നുണ്ട് ജോങ്മി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീടിന്റെ മുന്നിലെത്തുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബാത്റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നിന്നെ സഹായിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ നല്ല ക്ലോസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് നീ എല്ലാം അടക്കി പിടിക്കുന്നുണ്ട് എന്ന് ജോങ്മി പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എല്ലാ വിഷമങ്ങളും അടക്കി പിടിച്ചിരിക്കുന്നത് പോലെയാണ് നിനക്ക് തോന്നുന്നത്. സത്യത്തിൽ എന്റെ അങ്കിൾ മരിച്ച രീതി ആലോചിച്ച് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്തായാലും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊന്ന് സെറ്റാകുമ്പോൾ നിന്നെ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം.
ഇപ്പൊ ജോമിൻ അവിടെ നിന്ന് പോകുമ്പോൾ വീടിനകത്തേക്ക് കയറുവാണ് ജിയാൻ. അവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അവൾക്ക് അവളുടെ അങ്കിളിന്റെ ഓർമ്മകൾ വരുവാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് എന്തായിരുന്നു? എന്നിട്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ട് അങ്കിൾ അഭിനയിച്ചു. ഞാൻ ഇനി എന്താ ചെയ്യാ, ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ് ജിയാൻ. ഈ സമയമാണ് ജിയാൻ ഞാനിത് തരാൻ മറന്നു എന്ന് പറഞ്ഞ് ജോമിൻ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഇവള് കരയുന്നത് കാണുന്നതും ഞാനെന്നാ പിന്നെ വരാം എന്ന് പറഞ്ഞ് ജോമിൻ പോവാൻ തുടങ്ങുമ്പോൾ ജോമിൻ ഞാനിപ്പോ അത്ര ഓക്കെ അല്ല, എന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കുവോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവന്റെ തോളത്ത് കിടന്ന് അവള് കുറച്ചു നേരം ഉറങ്ങുന്നുണ്ട്. ഉറക്കെ എഴുന്നേൽക്കുന്ന ജിയാന് ജിൻമാന്റെ റൂമിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ അങ്കിളിന്റെ ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന ജോമിനോട് അങ്കിളും ഞാനും അല്ല ലേറ്റസ്റ്റ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിലും ഇതിൽ നിന്ന് ഫോൺ വിളിക്കാനെങ്കിലും പറ്റുമോ എന്ന് ജിയാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിന്റെ അങ്കിള് വർക്കിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്തിരുന്നത് എന്ന് പറയുകയാണ്. ഇപ്പൊ ആ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. 70 ബില്യൺ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, സാധനം എനിക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റുക എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. ഇത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹോസ് ഇവർ വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്നും പറഞ്ഞിപ്പോ ആ ഫോണിൽ ബാലൻസ് നോക്കുമ്പോൾ വലിയൊരു ക്യാഷ് തന്നെ ജിൻമാന്റെ പേരിൽ അതിൽ ബാലൻസിലുണ്ട്. ഇത് എത്ര ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ജിയാൻ ജോമിനോട് ചോദിക്കുമ്പോൾ 18.7 ബില്യൺ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ജോമി. വെറും ഹോസ് വിറ്റാ നമുക്ക് ഇത്രയ്ക്ക് ക്യാഷ് കിട്ടുമോ എന്ന അതിശയത്തിലിരിക്കുവാണ് രണ്ടാളും. ഈ സമയം ഇപ്പൊ ജിയാൻ നീ എന്റെ അങ്കിളിന് വേണ്ടി ശരിയാക്കി കൊടുത്ത ആ വെബ്സൈറ്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുവാണ്. ആ വെബ്സൈറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഹോസസ് എല്ലാം വിറ്റാലും ഇത്രയും പൈസ ജിൻമാന് കിട്ടില്ല. ഇപ്പൊ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ജോങ്മിന് മനസ്സിലാക്കുന്നത്, അതായത് ഈ വെബ്സൈറ്റ് മറ്റേതൊരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് പേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ വെബ്സൈറ്റ് തുറന്നു വരുന്നതും മർദേ ഹെൽപ്പ് എന്ന് അതിലും എഴുതിയിട്ടുണ്ട്. അതായത് ജിൻമാന്റെ കയ്യിൽ കണ്ട ടാറ്റുവിലുള്ള പേര്. ലോഗിൻ ആകുമ്പോൾ അതിൽ സെയിൽസിന് വെച്ചിട്ടുള്ളത് മൊത്തം ആയുധങ്ങളാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇത് ഡാർക്ക് വെബ് ആണെന്നുള്ള കാര്യം ജോങ്മിന് മനസ്സിലാകുന്നുണ്ട്. ഇതൊരു ഇല്ലീഗൽ വെബ്സൈറ്റാ. ആ കൃഷിയുടെ വെബ്സൈറ്റ് ഇതിന്റെ മറയായിട്ടാ നിന്റെ അങ്കിള് കൊണ്ടു നടന്നത്. വെപ്പൺസ് എല്ലാം സെല് ചെയ്യുന്നതാണ് ഈ വെബ്സൈറ്റിന്റെ ജോലി എന്ന് ജോങ്മിൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്റെ അങ്കിള് വെപ്പൺസ് സെല് ചെയ്യാറുണ്ടായിരുന്നോ എന്ന അതിശയത്തിൽ ചെയ്യാൻ. ഈ സമയം ആ വെബ്സൈറ്റിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ പൈസ അടിച്ചിട്ടുണ്ട്, എന്ന സാധനം കിട്ടുക എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. ഇപ്പൊ ജിയാൻ ഈ ഷോപ്പ് ക്ലോസ് ചെയ്തു. ഐ എം സോറി, നിങ്ങളുടെ ബാങ്ക് നമ്പർ തരുവാണെങ്കിൽ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞ് ജിയാൻ ഒരു റിപ്ലൈ അയക്കുന്നതും ആ ആൾ തിരിച്ച് ഇങ്ങോട്ടൊരു റിപ്ലൈ അയക്കുവാണ്. അപ്പൊ ജിൻമാൻ മരിച്ചോ? അങ്ങനെയാണെങ്കിൽ നീയും പെട്ടെന്ന് മരിക്കും ജിയാൻ എന്ന ഈ മെസ്സേജ് കാണുന്നതും ജോമിനും ജിയാനും ഒരു ഞെട്ടലിൽ നിൽക്കുവാണ്. താൻ ഇതുവരെ കാണാത്ത ഒരു വെബ്സൈറ്റിൽ ആൾക്ക് തന്നെ അറിയാം. പെട്ടെന്ന് തന്നെ ജോങ്മിനാണെങ്കിൽ അയാൾക്ക് പ്രാന്ത എന്ന് പറഞ്ഞ് ഇവളെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. നീ അതൊന്നും കേട്ട് പേടിക്കേണ്ട ജിയാൻ, അയാൾക്ക് പ്രാന്ത. പക്ഷേ ഒരു സേഫ്റ്റിക്ക് നമുക്കിത് പോലീസിനെ അറിയിച്ചാലോ എന്ന് ജോങ്മിൻ ചോദിക്കുന്നതും ആരോ കോണിംഗ് ബെൽ അടിക്കുവാണ്. ഇപ്പൊ ജിയാൻ വന്ന് ഗേറ്റിലെ കോളുമായിട്ട് കണക്ട് ചെയ്യുവാണ്. ഇപ്പോ ആ പുറത്ത് വന്നിരിക്കുന്നത് ഒരു ലേഡിയാണ്. ജിൻമാൻ, ഞാൻ മിൻഹ എന്ന പെണ്ണ് പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ അങ്കിൾ വീട്ടിലില്ല, പിന്നെ എപ്പോഴെങ്കിലും വരാൻ ാണ് ജിയാൻ. അങ്കിളോ? അപ്പൊ നീ അവന്റെ ചേട്ടന്റെ മോളാണല്ലേ? നിന്നെ കുറിച്ച് അവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ ചൈനീസ് പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചറാ. അല്ല, ജിൻമാൻ എങ്ങോട്ടെങ്കിലും പോയതാണോ? എനിക്ക് അവനെ ഒരു ലെസൺ പഠിപ്പിക്കാനുണ്ടായിരുന്നു എന്നെല്ലാം മിൻഹ എന്ന് പറയുന്ന ഇവൾ പറയുമ്പോൾ അവളുടെ ബാഗിൽ ഒരു ഗണ്ണ് ഇരിക്കുന്നത് നമുക്ക് കാണാം. ജിയാൻ ആണെങ്കിൽ ഇപ്പൊ സംശയത്തിലിരിക്കുവാണ്. അങ്കിള് ചൈനീസ് പഠിക്കാറുണ്ടായിരുന്നു. ഈ സമയം ആ ഫോണിലോട്ട് പിന്നെയും ഒരു മെസ്സേജ് വരുന്നു. വേറെ ആരും നിന്നെ കൊല്ലാൻ ഇടയാക്കരുത്, എനിക്ക് തന്നെ നിന്നെ സ്വയം കൊല്ലണം ജിയാൻ. ഈ മെസ്സേജ് ജിയാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നിയാണെങ്കിൽ ഗേറ്റ് തുറന്ന് ഇവരെ ഡോറിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, അവൻ വരുന്നത് വരെ ഞാൻ അകത്ത് വെയിറ്റ് ചെയ്തോളാം എന്ന് മിന്നി പറഞ്ഞത് കേൾക്കുമ്പോൾ ജിയാന് അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുവാണ്. ഈ സമയം അവളുടെ വീടിനെ ലക്ഷ്യമാക്കി കുറെ ഡ്രോൺസ് അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. ഇപ്പോ ഇതിവിടെ കട്ടായി ജിയാന്റെ ചെറുപ്പകാലത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ ജിൻമാൻ കുറെ കാലം ആരോടും പറയാതെ വീട് വിട്ടു പോയിരുന്നു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ ജിൻമാൻ വന്ന സന്തോഷത്തിലാണ് അവന്റെ അമ്മ. പക്ഷെ അവന്റെ ചേട്ടൻ, അതായത് ജിയാന്റെ അച്ഛൻ, ഓരോന്നൊക്കെ പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര വയസ്സായിട്ടും ഉത്തരവാദിത്വം ഇല്ല എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ചിരിച്ചുകൊണ്ട് തള്ളുവാണ് ജിൻമാൻ. ഇപ്പോ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജിയാനോട് അവൻ നിനക്കെന്റെ പേരറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന ജിയാനോട് ജോങ് ജിൻമാൻ, ഓർത്ത് വെച്ചോ, മറക്കരുത് എന്ന് പറയുകയാണ് ജിൻമാൻ. ഈ ജിൻമാൻ വീട്ടിലോട്ട് തിരിച്ചു വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന്റെ അമ്മ മരിക്കുവാണ്. എന്ന അമ്മയുടെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹത തോന്നുന്ന ജിൻമാൻ അത് അവന്റെ ചേട്ടനോട്, അതായത് ജിയാന്റെ അച്ഛനോട് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി 2 തവണ ക്യാൻസറിന്റെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, മാത്രമല്ല ഡോക്ടർ നമ്മളോട് കരുതിയിരിക്കാനുമാണ് പറഞ്ഞത്, പിന്നെ നിനക്ക് എന്ത് അപാകതയെ തോന്നി എന്നെല്ലാം പറഞ്ഞ് അതിനങ്ങ് പുച്ഛിച്ച് കളയുവാണ്. കുട്ടി ജിയാനാണെങ്കിൽ അവിടെ ഒന്നും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല. മുത്തശ്ശിയുടെ ചിതാഭസ്മം വരെ നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജിയാന ജിൻമാന്റെ കൂടെ വീട്ടിലോട്ട് പറഞ്ഞയക്കുവാണ് അവളുടെ അമ്മ. ഈ സമയം ഫ്യൂണറൽ ഹാളിലോട്ട് വളരെ മാന്യത തോന്നിക്കുന്ന ഒരു വ്യക്തി വരുന്നുണ്ട്. പക്ഷെ അത് മറ്റാരുമല്ല, സ്യോങ്ജോ ആണ്. അമ്മ മരിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന സ്യോങ്ജോയെ കാണുമ്പോൾ ജിയാന്റെ അച്ഛൻ സ്യോങ്ജോ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി ഞാൻ ജിൻമാന്റെ ഫ്രണ്ടാ എന്നുത്തരം പറയുവാണ് സ്യോങ്ജോ. ഈ സമയം വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന ജിൻമാന്റെ അടുത്ത് വന്നിരിക്കുവാണ് നമ്മുടെ കുട്ടി ജിയാൻ. അപ്പൊ മുത്തശ്ശിനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലേ, എനിക്ക് ഈ മരണം ഇഷ്ടമല്ല എന്ന് പറയുന്ന ജിയാനോട് മരണം അത് പേടിക്കേണ്ട ഒന്നല്ല, നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. ഇപ്പൊ TV-യിൽ ഒരു സിംഹത്തെ കാണിച്ചുകൊണ്ട് ജിൻമാൻ, നീ ആ സിംഹത്തെ കണ്ടോ? അത് മരിക്കാതായിരിക്കുക, പക്ഷെ
കുറച്ചൊന്ന് സൂക്ഷിച്ചു നോക്ക്. മറ്റുള്ളവരെല്ലാം ചുറ്റും നിന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടും മരിക്കാൻ പോകുന്ന സിംഹം എത്ര ശാന്തനാണെന്ന്. കാരണം ദുർബലരാണ് എപ്പോഴും ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ശക്തനാവണമെങ്കിൽ നീ നിന്റെ എതിരാളികളെ കൊണ്ട് ഒച്ചയുണ്ടാക്കിക്കണം. എന്തു തന്നെ നിന്നെ പേടിപ്പെടുത്തിയാലും കണ്ണു തുറന്ന് നീ അതിന് നേരിടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻമാന്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത് ജിൻമാനാണെങ്കിൽ നിനക്ക് ഈ നമ്പർ എവിടെ നിന്നാ കിട്ടിയേ എന്നെല്ലാം ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. കോള് കട്ടാക്കിയതിനു ശേഷം ജിൻമാൻ ജിയാന്റെ അടുത്ത് വന്നിരുന്ന്, ഞാൻ ഫ്യൂണറൽ ഹാളിലോട്ട് നിന്റെ അമ്മയും അച്ഛനെയും കാണാൻ വേണ്ടി പോവാ. അതുകൊണ്ട് നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ പറഞ്ഞേക്കാം. അവൻ വന്ന് നിന്നോട് വാതിൽ തുറക്കാൻ വേണ്ടി പറയും. പക്ഷെ ഓടിപ്പോയി വാതിൽ തുറക്കാതെ പകരം നീ അവനോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കണം. അവൻ അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ വാതിൽ തുറക്കാൻ പാടുള്ളൂ. അവൻ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ വാതിൽ തുറക്കരുത്. ഇത് നീ ചെയ്യില്ലേ എന്ന് ജിയാനോട് ചോദിക്കുമ്പോൾ അത് ഞാൻ ചെയ്യാം. കടങ്കഥ ഞാൻ പറഞ്ഞുതരാം. കുതിരയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അത് ടേബിൾ ടെന്നീസ് എന്ന് ചോദിക്കേണ്ട കടങ്കഥയും ജിയാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ അവിടെ തനിച്ചാക്കി ജിൻമാൻ പോകുന്നു. സീൻ കട്ടാകുമ്പോൾ രാവിലെ ആരോ വന്ന് കഥകിൽ തട്ടുന്നുണ്ട്. അത് ജിൻമാന്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് ജിയാൻ വാതിലിന്റെ അടുത്ത് പോയി ആ കടങ്കഥ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിയാൻ ചോദിക്കുന്നതിനൊന്നും പുറത്തുള്ള ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പകരം വാതിൽ കുത്തി തുറക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ. ഇത് കാണുന്നതും പേടിച്ചു പോയ ജിയാൻ നീങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയം പുറത്തുള്ള ആൾ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കയറുന്നു. അയാളുടെ ക്രീപ്പി ലുക്ക് കാണുമ്പോഴേ നമുക്ക് പേടിയാകും. നിങ്ങൾ ശരിക്കും അങ്ങയുടെ ഫ്രണ്ടാണോ എന്ന് പേടിച്ചു പോയ ജിയാൻ അയാളോട് ചോദിക്കുവാണ്. ഈ സമയം പുറത്തുനിന്ന് മറ്റൊരാൾ വന്ന് ഇയാളെയും വലിച്ചെടുത്ത് കൊണ്ടുപോയി കഥ കടയ്ക്കുവാണ്. പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളെല്ലാം ജിയാന് അകത്തിരുന്ന് കേൾക്കാം. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ആ രണ്ടാമത് വന്ന ആൾ ജിയാന്റെ അടുത്ത് വന്ന് അവൾ ചോദിച്ച കടങ്കഥയുടെ ഉത്തരം ഫോണിൽ കാണിച്ചു കൊടുക്കുവാണ്. ഞാൻ നിന്റെ അങ്ങളുടെ ഫ്രണ്ടാ എന്നും അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ വീണ്ടും മുൻഭാഗത്ത് പോയി നോക്കുമ്പോൾ ആരോ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നത് ജിൻമാന്റെ ഫ്രണ്ട് കാണുവാണ്. ഇത് കണ്ട ജിൻമാന്റെ ഫ്രണ്ട് ജിയാന്റെ അടുത്ത് വന്ന് നിന്ന് നീ കുറച്ചു നേരം റൂമിൽ വെയിറ്റ് ചെയ്യോ എന്നും ചോദിച്ച് അവളെ റൂമിലാക്കി വാതിൽ ചേർന്നു. അപ്പോഴേക്കും പുറത്തുള്ളവർ തോക്കെല്ലാം കൊണ്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് നടക്കുന്ന ഫൈറ്റിംഗ് ശബ്ദമെല്ലാം ഒരു പേടിയോടെ നമ്മുടെ ജിയാൻ റൂമിനകത്ത് നിന്ന് കേൾക്കുന്നു. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വാതിൽ പാതി തുറന്നു നോക്കുന്ന നമ്മുടെ ജിയാൻ കാണുന്നത് ജിൻമാന്റെ ഫ്രണ്ടിന്റെ കൈ അറുത്തെടുക്കുന്ന സ്യോങ്ജോയാണ്. ആകെ പേടിച്ച് പോവാണ് അവൾ. കുറച്ച് കഴിയുമ്പോഴേക്കും സ്യോങ്ജോയും ആ ഫ്രണ്ടും ജിയാനുള്ള റൂമിലേക്കും അവളെ തപ്പി കയറുവാണ്. എന്നാൽ ജിയാൻ അവിടെ എത്ര അന്വേഷിച്ചിട്ടും കാണുന്നില്ല. ഈ സമയം ജനൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവിടെ പോയി നോക്കുമ്പോഴാണ് ജനലിന്റെ ഭാഗത്തായി തൂങ്ങിക്കിടക്കുന്ന ജിയാനെ ഇവർ കാണുന്നത്. ഇത് കാണുന്നതും സ്യോങ്ജോ നീ ജിൻമാന്റെ മരുമകള് തന്നെ എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയം കൈവിട്ട് താഴേക്ക് ചാടുവാണ് ജിയാൻ. എന്നാൽ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. താഴെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ പോയിട്ടാണ് നമ്മുടെ ജിയാൻ വീഴുന്നത്. അവിടെ നിന്ന് നമ്മുടെ ജിയാൻ ഇറങ്ങി ഓടുവാണ്. ഒപ്പം സ്യോങ്ജോയുടെ കൂട്ടാളിയും. എന്നാൽ തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ജിയാനെ ഒരു വണ്ടി വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നു. ഈ ഒരു ആക്സിഡന്റ് കണ്ട് ആളുകളെല്ലാം ചുറ്റും കൂടുന്നതും സ്യോങ്ജോയും ഫ്രണ്ടും നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നു. പിന്നീട് നമ്മുടെ ജിയാൻ കണ്ടു തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഈ സമയം അവൾക്ക് കാവല് നിൽക്കുന്ന രണ്ട് പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ ജിയാൻ കേൾക്കുന്നുണ്ട്. ഇതാ ഫ്യൂണറൽ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകളല്ലേ? ചിലപ്പോൾ അമ്മയും അച്ഛനും കാണഞ്ഞ് തിരഞ്ഞിറങ്ങിയപ്പോഴായിരിക്കും ആക്സിഡന്റ് ഉണ്ടായത്. ഈ കുട്ടീനെ എന്താ ചെയ്യാ എന്നൊരു പോലീസുകാരൻ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ഇവക്കൊരു അങ്കിൾ ഉണ്ടെന്നാ കേട്ടെ എന്ന് പറയുകയാണ് മറ്റൊരു പോലീസുകാരൻ. സീൻ കട്ടാകുമ്പോൾ രാത്രി കണ്ണു തുറക്കുന്ന ജിയാന് ഇരുട്ടിൽ നിന്നും ഒരു ചെന്നായ തന്നെ ലക്ഷ്യമാക്കി വരുന്നത് പോലെ തോന്നുവാണ്. ആ ചെന്നായുടെ വായിലായി സ്യോങ്ജോ അറുത്തെടുത്ത ജിൻമാന്റെ ഫ്രണ്ടിന്റെ കൈയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ താൻ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ജിയാൻ. പക്ഷെ ഇപ്പൊ അവക്ക് എന്തൊരു ദുരൂഹത തോന്നുവാണ്. ഈ സമയം സ്യോങ്ജോയുടെ കൂട്ടാളി ഹോസ്പിറ്റലിൽ ജിയാനെയും തപ്പിയെത്തിയിട്ടുണ്ടായിരുന്നു. ജിയാൻ കിടക്കുന്ന കട്ടിൽ വന്ന് നോക്കുന്നതും ഇപ്പോ അവിടെ ജിയാനില്ല. ഈ അപകടം മുന്നേ അറിഞ്ഞ ജിയാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽപ്പെടാതെ ഓടി ഓടി നമ്മുടെ ജിയാൻ ചെന്നെത്തുന്നത് ഒരു മോർച്ചറിയുടെ മുന്നിലാണ്. രണ്ടും കൽപ്പിച്ച് അവൾ അതിനകത്തേക്ക് കയറുന്നു. സ്യോങ്ജോയുടെ കൂട്ടാളിയും ഇവളെ തെരഞ്ഞു ചെന്നെത്തുന്നത് മോർച്ചറിയുടെ മുന്നിൽ തന്നെയാണ്. മോർച്ചറിക്ക് അകത്തെത്തിയ ജിയാൻ എവിടെ പോയി ഒളിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുവാണ്. അപ്പോഴേക്കും അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജിയാൻ ഈ സമയം കൊണ്ട് തന്നെ അവിടെ കിടന്ന ഒരു ഡെഡ് ബോഡിയുടെ മുകളിൽ പോയി ഒളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെഡ് ബോഡിയുടെ മുകളിൽ മറച്ചിരുന്ന ആ തുണി മാറുന്നതും നമ്മുടെ ജിയാന് മനസ്സിലാവാണ്. അതായത് ആ ഒരു ഡെഡ് ബോഡി തന്റെ അമ്മയുടെ തന്നെയാണെന്ന്. സ്യോങ്ജോയുടെ കൂട്ടാളിയാണെങ്കിൽ എല്ലാ ഡെഡ് ബോഡിയും വന്ന് തുറന്നു നോക്കുവാണ്. പേടിച്ചു പോയ ജിയാൻ അമ്മയെയും മുറക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ജിയാനുള്ള ഡെഡ് ബോഡി അവൻ തുറക്കാൻ പോകുന്നതും മറ്റൊരാൾ അങ്ങോട്ട് വരികയാണ്. അതായത് ഇവന്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുത്തൻ. പേടിച്ചു പോയി. നീ എന്ത് ഇവിടെ ചെയ്യുന്നേ? നിന്നോട് അവിടെ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞേ എന്നീ സ്യോങ്ജോയുടെ കൂട്ടാളി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പൊ വന്നവന്റെ പിറകിൽ തോക്കും ചൂട്ടി മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്ന കാര്യം. അടിപിടിയുടെയും ഗൺഷൂട്ടിന്റെ സൗണ്ട് എല്ലാം മോർച്ചറിയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ജിയാൻ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിന്റെ ഡോർ വന്ന് തുറക്കുവാണ് ജിൻമാൻ. നോക്കുമ്പോൾ അവളുടെ അമ്മയും കെട്ടിപ്പിടിച്ച് ബോധമില്ലാതെ കിടക്കുവാണ് ജിയാൻ. അവളെ എടുത്ത് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഒരു മാസം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ആരുമില്ലാത്ത ജിയാനെ ജിൻമാൻ അവന്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ഇപ്പൊ തന്റെ പെട്ടിയെല്ലാം ചുവന്നുകൊണ്ട് വരിക താഴെ വീഴുന്ന ജിയാനാണെങ്കിൽ ഇപ്പൊ ജിൻമാൻ വന്ന് തന്നെ എഴുന്നേൽപ്പിക്കുന്ന രീതിയിൽ അവനെ നോക്കുമ്പോൾ ജിയാൻ ഞാൻ നിന്റെ പാരന്റ്സ് അല്ല, എനിക്കതൊരിക്കലും ആവാനും കഴിയില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അവൻ. ആ ഒരു ആക്സിഡന്റിന് ശേഷം ജിയാന്റെ ശബ്ദം പൂർണ്ണമായിട്ടും പോയിരിക്കുകയാണ്. ആ ഒരു ആക്സിഡന്റിനും ശേഷം തന്റെ അമ്മയും അച്ഛനും മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജിയാന് വന്നിട്ടുള്ള ആ ഒരു ഷോക്കിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മെഡിക്കേഷനിലൂടെയും കൗൺസിലിംഗിലൂടെയൊക്കെ ഭാവിയിൽ ഇതിന് മാറ്റം വന്നേക്കാം എന്നെല്ലാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ജിയാന്റെ അടുത്ത് വന്നിരുന്ന് ജിൻമാൻ ആലോചിക്കുവാണ്. ഇതെല്ലാം തന്റെ തെറ്റാണെന്ന രീതിയിൽ ജിൻമാൻ സ്വയം മുഖത്തേക്ക് ആഞ്ഞടിക്കുവാണ് പലതവണ. സീൻ കട്ടാകുമ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളിൽ ജിയാന് വേണ്ടിയിട്ട് ജിൻമാൻ ഒരു അഡ്മിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് ചെറുക്കന്മാരുടെ അടുത്ത് നിന്നും ബുള്ളിങ് അനുഭവിക്കേണ്ടി വരുവാണ് ജിയാൻ. ശബ്ദമില്ല എന്ന പേരിലാണ് ഇവളെ ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളെല്ലാം ജിയാന്റെ ഒപ്പം നിന്നിരുന്നത് ജോങ്മിൻ ആയിരുന്നു. ഇങ്ങനെയാണ് ജോങ്മിനുമായിട്ടുള്ള ജിയാന്റെ കൂട്ട്. എടാ നിനക്കറിയോ ഈ പെണ്ണിന്റെ അമ്മയെ കൊന്നത് ഇവളുടെ അച്ഛൻ തന്നെയാ.
അവളുടെ അമ്മയുടെ അഫയർ കാരണമെന്നാ കേട്ടെ. അതിനുശേഷം താഴേന്ന് ചാടി ഇവളുടെ അച്ഛനും മരിച്ചു എന്നല്ല അതിലൊരു ചെറുക്കൻ പറയുമ്പോൾ ദേഷ്യം പിടിച്ച് ജിയാനാണെങ്കിൽ അവന്റെ നേരെ കസേര വലിച്ചെറിയുവാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാൻ പാരന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ജിയാൻ കുറെ നേരം ജിൻമാൻ വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. അവസാനം ജിൻമാൻ വരില്ലെന്ന് മനസ്സിലാക്കിയ ജിയാൻ ഒറ്റയ്ക്ക് ആ മഴയത്ത് നടക്കുവാണ്. പകുതിന്ന് വെച്ച് ജിൻമാൻ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. എന്ന ദേഷ്യത്തിലിരിക്കുന്ന ജിയാനാണെങ്കിൽ അതിൽ കയറുന്നില്ല. കുറെ നേരം ഇവളുടെ കൂടെ വണ്ടി ഓടിച്ചു പോയിട്ടും ഇവൾ കയറുന്നില്ല എന്നറിയുമ്പോൾ വണ്ടിയെടുത്ത് ഒരൊറ്റ പോക്കാണ് അവൻ. പാവം ജിയാൻ ആ മഴയത്ത് ഒറ്റയ്ക്ക് നടന്നു വരുന്നു. പിന്നീട് അങ്ങോട്ടെല്ലാം ജിയാന് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. ജിൻമാൻ ആണെങ്കിൽ അവന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. എന്തെങ്കിലും പൈസക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് അവൾ എഴുതി ഫ്രിഡ്ജിൽ തൂക്കിയിടും. ഇത് കാണുന്ന അവൻ പൈസ അതിൽ വെച്ചിട്ട് പോകും. അങ്ങനെയാണ് പതിവ്. ഒരു ദിവസം ജിയാനെ ഈ വികൃതി ചെറുക്കന്മാരെ ക്ലാസ്സിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഒരു ബേസ്മെന്റിലിട്ട് പൂട്ടുവാണ്. ശബ്ദം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജിയാന് സഹായത്തിന് ഒരാളെ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരാളും അവൾ അന്വേഷിച്ച് വരുന്നുമില്ല. രാത്രിയാകുമ്പോൾ ജിയാൻ അവൾ സ്വപ്നത്തിൽ കണ്ട ഒരു ചെന്നായ ആ കയ്യും കടിച്ചു പിടിച്ച് അവളുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുവാണ്. ഇത്ര നേരം കൂളായിരുന്ന ജിയാൻ പെട്ടെന്ന് പതറിപ്പോവാണ്. അവൾ കുറെ നേരം വാതിലിൽ പോയി തട്ടുന്നുണ്ട്. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം അവൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. ജിൻമാൻ എന്ന് വിളിച്ച് അവൾ അലറുവാണ്. പെട്ടെന്ന് തന്നെ ആ വാതിലിന്റെ കുറ്റി ആരോ തല്ലി തകർത്ത് ആ വാതിൽ തുറക്കുന്നുണ്ട്. അത് ജിൻമാൻ ആയിരുന്നു. ജിൻമാനെ കണ്ടതും ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അവൾ. എന്തിനത്ര ലേറ്റ് ആയി, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് കരയുന്ന ജിയാനെ സമാധാനിപ്പിച്ച് സോറി പറയുകയാണ് ജിൻമാൻ. സീൻ കട്ടാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ജിയാൻ കാണുന്നത് ജിൻമാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. സാധാരണ തന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ടും താൻ സ്വയം തന്റെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതുകൊണ്ടും തന്നെ ഇത് മൈൻഡാക്കാതെ നടന്നു പോകുന്ന ജിയാനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ജിൻമാൻ. പിന്നീട് അങ്ങോട്ട് അവര് അത്യാവശ്യം നന്നായി തന്നെ ബ്ലെൻഡ് ആവുകയാണ്. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കട്ടാകുമ്പോൾ മിന്നിയാണെങ്കിൽ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് കഥകിൽ ആഞ്ഞടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അങ്കിൾ ഇന്ന് വീട്ടിലോട്ട് വരുന്നില്ല, വരുമ്പോ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറയുന്ന ജിയാനോട് മിന്നെ ഗൊൻജു യൂണിവേഴ്സിറ്റി പഠിച്ച ജിൻമാന്റെ ചേട്ടന്റെ മോളല്ലേ നീ, അങ്കിള് നിന്നെ പറ്റി എപ്പോഴും പൊക്കി പറയും, നീ ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര സ്മാർട്ടാണ് എന്നൊക്കെ മിന്നെ പറയുന്നതിന്റെ ഒപ്പം തന്നെ അവള് ഗണ്ണു എടുത്തു പിടിക്കുന്നുണ്ട്. ഈ സമയം ജിയാൻ ഞാൻ സുന്ദരിയുമല്ല സ്മാർട്ടും അല്ല, ഞാൻ ഗൊൻജു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുമില്ല, എന്റെ അങ്കിള് ഇങ്ങനത്തെ ഒരു കാര്യം ഒരിക്കലും പറയില്ല എന്ന് ഇവള് ചൈനീസിൽ പറയുവാണ്. അതായത് ചൈനീസ് ട്യൂഷൻ ടീച്ചറാണ് മിന്നെ എന്നാണല്ലോ അവൾ പറഞ്ഞത്. ഇത് ഇവള് ചൈനീസിൽ ചോദിക്കുന്ന കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന മിന്നിയോട് നിനക്ക് ശരിക്കും എന്റെ അങ്കിളിനെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് ചെയ്യാൻ. ഓക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വന്നോളാം എന്ന് പറഞ്ഞ് മിന്നി അവിടെ നിന്ന് ഇപ്പൊ പോകുന്നുണ്ട്. ഈ സമയം അങ്ങോട്ട് ജോങ്മിൻ വന്ന് അവളെ വിളിക്കുവാണ്. ജിയാൻ നീ ഇതൊന്ന് വന്ന് നോക്കിയേ. ജോമിൻ ഈ മദർ ഹെൽപ്പ് എന്ന വെബ്സൈറ്റിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട്. അതിൽ അവൻ കണ്ട കാര്യങ്ങളെല്ലാം അവൻ ജിയാനോട് പറഞ്ഞു കൊടുക്കുവാണ്. ഈ വെബ്സൈറ്റ് ഇതിന്റെ മെമ്പേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നത്. മെമ്പേഴ്സിന്റെ ഗ്രേഡ് അനുസരിച്ച് അവർക്ക് ഇതിൽ നിന്ന് കോഡ്സ് കിട്ടും. ഇത് പാസ് ആവുന്നവർക്ക് മാത്രമേ കോഡ് കിട്ടൂ. കോഡ് ഉള്ളവർക്ക് മാത്രമേ ഈ മദർ ഹെൽപ്പിലൂടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ കോഡിനും ഓരോ പ്രത്യേകതയുണ്ട്. മൊത്തം 4 കോഡാണുള്ളത്. മറ്റുള്ളവരെ കൊല്ലുന്ന കില്ലേഴ്സ് ആണ് കോഡ് റെഡ്. ഈ മൂവീസിലെല്ലാം കാണുന്ന കോഡ് റെഡ് കില്ലേഴ്സിനെ പോലെ ഗണ്ണ്, വെപ്പൺ, ബോംബ്, പോയിസൺ തുടങ്ങിയവയെല്ലാം ഇവർക്ക് പർച്ചേസ് ചെയ്യാം. സ്പൈ ആയിട്ടുള്ള ആളുകളാണ് കോഡ് പർപ്പിൾ. അവർ മറ്റുള്ളവരുടെ അടുത്ത് നിന്നും ഇൻഫർമേഷൻസ് വാങ്ങും. ലിസണിംഗ് ഐറ്റംസും ക്യാമറകളും ഒക്കെയാണ് ഇവരുടെ വെപ്പൺസ്. പിടിക്കപ്പെടുകയാണെങ്കിൽ സ്വയം മരിക്കാനുള്ള വെപ്പൺസും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ക്ലീനേഴ്സ് ആണ്. അവർക്ക് ഡിറ്റർജന്റ്, ക്ലീനിങ് ടൂൾസ് എല്ലാം ലഭിക്കും എന്ന് ജോമിൻ പറയുമ്പോൾ അപ്പോ ലാസ്റ്റ് കോഡ് ഏതാ എന്ന് ചോദിക്കുന്ന ജിയാനോട് കോഡ് ഗ്രീൻ. മദർ ഹെൽപ്പ് വെബ്സൈറ്റിൽ നിന്നും കോഡ്സ് കിട്ടിയ ആളുകൾക്ക് ഒരിക്കലും ഗ്രീനിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇതാരെങ്കിലും മറികടന്ന് ഗ്രീൻ കോഡിനെ അപകടപ്പെടുത്താൻ നോക്കിയ ബാക്കി കോഡ് ലഭിച്ച ആളുകൾ സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്ത് ഗ്രീൻ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ജോമിനോട് അപ്പൊ ആരെ ഗ്രീൻ കോഡ് എന്ന് ചോദിക്കുമ്പോൾ ഈ വെബ്സൈറ്റിന്റെ ഓപ്പറേറ്റർ, അതായത് നിന്റെ അങ്കിൾ. ഇതെല്ലാം കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരു അവസ്ഥയിലാണ് ജിയാനുള്ളത്. ഈ സമയം ഒരു വലിയ ശബ്ദം കേൾക്കുവാണ് ഇവര്. പുറത്തു പോയി നോക്കുമ്പോൾ ഇവരുടെ മതിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുവാണ് രണ്ടാളും. ഈ സമയം ഒരു ഡ്രോൺ അങ്ങോട്ട് പറന്നു വരുന്നു. ശേഷം ആ ഡ്രോൺ ഇപ്പോ ഷൂട്ട് ചെയ്യുവാണ്. പക്ഷെ ആ ചില്ല് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് ഇവർക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ജോമിൻ ആണെങ്കിൽ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ സിഗ്നലും ഇല്ല. നമുക്ക് ബാക്ക് ഡോർ വഴി രക്ഷപ്പെടാം എന്നും പറഞ്ഞ് ജോമിനെ വിളിച്ച് ജിയാൻ പിറകിലോട്ട് ചെല്ലുമ്പോൾ ദേ ഇപ്പോ അവിടെ ഒരു ഡ്രോൺ. വീടിന്റെ മൊത്തം ഭാഗത്തും ഇപ്പൊ ഡ്രോൺസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രോൺസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് നിർത്തുകയാണ്. ഇപ്പൊ ജോബിൻ ചോദിക്കുന്നുണ്ട് ജിയാനോട് എന്താ അവരുടെ ബുള്ളറ്റ് തീർന്നു പോയോന്ന്. ഈ സമയം ഈ ഡ്രോൺസ് എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് ആ ചില്ലിൽ പതിപ്പിക്കുന്നുണ്ട്. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ കുഴഞ്ഞിരിക്കുവാണ് ജോമിനും ജിയാനും. ഈ സമയം ഒരു വലിയ ശബ്ദത്തോടെ തന്നെ ആ ഗ്ലാസ് തകരുവാണ്. ആ ഡ്രോൺസ് ബോംബുകളായിരുന്നു ആ ചില്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ നേരെ ഇപ്പോ ആ ഡ്രോൺസ് ഷൂട്ട് ചെയ്ത് വരുന്നതും രണ്ടാളും കൂടെ ഇഴഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി നോക്കുവാണ്. രണ്ടാളും പെട്ടെന്ന് തന്നെ രണ്ട് റൂമിലോട്ട് ഓടി കയറുവാണ്. പക്ഷെ ജോമിനാണെങ്കിൽ ആ ധൃതിയിൽ വാതിലടയ്ക്കാൻ വേണ്ടി പറയുന്നു. ജിയാനാണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട് അവനോട് വാതിലടയ്ക്കാൻ വേണ്ടി. ഡ്രോണ് ഇവന്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നതും ഇവനെ രക്ഷിക്കാനായി എന്തെങ്കിലും മാർഗം നോക്കുവാണ് ജിയാൻ. ഡ്രോൺ ജോമിന്റെ റൂമിൽ കിടക്കുമ്പോൾ ഇപ്പൊ അവരവിടെ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയെ കയറി ജോമിൻ ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഡ്രോൺ ആണെങ്കിൽ ഒരുപാട് തവണ ആ ഒരു അലമാരയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുവാണ്. എന്നാൽ ഒന്നും തന്നെ പറ്റുന്നില്ല. അതും ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. ഇപ്പൊ ഫ്രണ്ടോന്ന് പൊട്ടിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു ബോംബ് ഇവിടെയും ഈ ഒരു ഡ്രോൺ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ശബ്ദത്തോടെ തന്നെ അതിന്റെ ഡോർ തകർന്നു പോകുന്നു. ഇപ്പൊ ഒരു മാർഗവും ഇല്ല. ജോമിൻ ഡ്രോണിന്റെ കയ്യിൽ പെട്ടു. ഇപ്പൊ ജോമിൻ എന്ന് പിറകിന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തിരിയുന്ന ഡ്രോണിന് നേരെ ഈ ചവണ എന്ന് പറയുന്ന സാധനമില്ലേ അതുകൊണ്ട്
എറിഞ്ഞു വീഴ്ത്തുവാണ് ജിയാൻ. സീൻ കട്ടാക്കുമ്പോൾ ഇപ്പൊ ഒരു കൂട്ടം കില്ലേഴ്സിനെയാണ് കാണിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ തലവനെന്ന് തോന്നുന്ന ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അയാളുടെ കൈ കീറി ഒരു കോഡ് അതിൽ നിന്ന് എടുത്ത് കളയുവാണ്. ഈ സമയം അങ്ങോട്ട് സ്യോങ്ജോ വരുന്നുണ്ട്. എല്ലാവരും പോയിപ്പോ ജിൻമാന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഗണ്ണൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുമ്പോൾ ഇപ്പൊ കുറച്ച് പേര് പറയുന്നുണ്ട് ജിൻമാന്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് പാവമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്യോങ്ജോ പക്ഷെ നിങ്ങൾ ആരും മറക്കരുത് അവന്റെ ചേട്ടന്റെ മകളെ പിടിക്കുന്നവർക്കോ കൊല്ലുന്നവർക്കോ ബോണസ് ലഭിക്കുമെന്ന്. അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടെ അതിനായിട്ട് ഒരു വാനിൽ കയറി എങ്ങോട്ടോ പോകുന്നുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന നമ്മുടെ ജിയാൻ കാണുന്നത് വീടൊക്കെ കുറച്ച് പണിക്കാർ ചേർന്ന് കുത്തിപ്പൊളിച്ചിടുന്നതാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ജിൻമാന്റെ ഫ്രണ്ടും സഹായിയൊക്കെ ആയ പസൻ എന്ന് പറയുന്ന ഒരുത്തനാണ്. ഇവൻ ശരിക്കും ഒരു തായ്ലാന്റുകാരനാണെങ്കിലും കൊറിയൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. വീട് ഇങ്ങനെ പൊളിക്കുന്ന കണ്ട് ജിയാൻ ആണെങ്കിൽ ജിൻമാന്റെ അടുത്ത് വന്ന് ഈ വീട് എന്തിനാ പൊളിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പസനാണെങ്കിൽ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുമെങ്കിലും ഇതിന്റെ അടിത്തറയൊന്നും ഒട്ടും സ്ട്രോങ് അല്ല, ഇത് ഞങ്ങൾ നന്നാക്കി എടുക്കുന്നത് വരെ 2 ആഴ്ച എവിടെയെങ്കിലും പോയി നിൽക്കാൻ വേണ്ടി പറയുവാണവൻ. അങ്ങനെ പാവം നമ്മുടെ ജിയാനെയും കൊണ്ട് ജിൻമാൻ നിൽക്കാൻ വേണ്ടി പോകുന്നത് ഒരു മലയുടെ മുകളിലോട്ടാണ്. ആ മലയിലായിട്ട് ഒരു ഗുഹ കാണുന്നതും രണ്ടും കൂടെ അതിനകത്ത് കയറിയിരിക്കുന്നു. അവിടെ ആണെങ്കിൽ സിഗ്നൽ പോലും ഇല്ല. തണുപ്പ് കൊണ്ടതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ജിൻമാനാണെങ്കിൽ അവിടെ വെച്ച് പനി പിടിക്കുകയും ചെയ്യും. വല്ല ഹോട്ടലിലോട്ടും പോയേണ്ടതിന് നിങ്ങൾക്ക് ഈ ഗുഹ മാത്രമേ കിട്ടിയുള്ളൂ എന്നും ചോദിച്ച് ജിയാനാണെങ്കിൽ അങ്കിളിനെ വഴക്ക് പറയുന്നുമുണ്ട്. ഈ സമയം ജിൻമാൻ ജിയാനോട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വഴക്കടിച്ചുകൊണ്ട് കാര്യമില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്നും പറഞ്ഞ് ജിൻമാൻ ഇവർക്കൊരു മാപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേ ഇപ്പൊ നമ്മളുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇവിടെ ഒരു എമർജൻസി ഷെൽട്ടർ ഉണ്ട്, അവിടെ ഒരു ഫോണും ഉണ്ട്, നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവാന്ന് ചോദിക്കാണവൻ. മനസ്സിലാ മനസ്സോടെ പൊക്കോളാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ജിയാന് ജിൻമാൻ ബാഗിൽ നിന്ന് ഒരു ചവണ എടുത്ത് കൊടുക്കുവാണ്. ഈ കാളില് കുറെ കരടികളുണ്ട്, അവ വിശന്നൂടെയാണ് നിൽക്കുന്നെങ്കിൽ പിന്നെ പറയണ്ട, അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ നീ ഇത് വെച്ചോ എന്ന് പറയുന്ന ജിൻമാനോട് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ, കരടിയെ കണ്ട ഞാൻ ഓടും, അല്ലാതെ പിന്നെ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് ജിയാൻ ചോദിക്കുമ്പോ എന്നാ വേണ്ട, ഇപ്പൊ നീ വല്ല അപകടത്തിൽ പെടുവാണെങ്കിൽ ആകാശത്തിലോട്ട് നോക്കി ജോങ് ജിൻമാൻ എന്ന് 3 തവണ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം എന്ന് ജിൻമാൻ പറയുന്നത് കേട്ട് അങ്കിളിന് പനി പിടിച്ചപ്പോ തലയ്ക്ക് വല്ല കുഴപ്പം പറ്റിയോ എന്ന് കളിയാക്കി ചോദിക്കുവാണ് ജിയാൻ. ഇങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞ് ആ ചവണയും വാങ്ങി അവൾ ഇപ്പൊ അങ്ങോട്ട് പോവാണ്. ഇപ്പോ ജിൻമാൻ ശരിക്കും പനിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ ശരിക്കും പസിൻ കൊടുത്ത ഒരു ഡ്രഗ്സ് കഴിച്ച് പനി പിടിച്ച പോലെ ജിയാന്റെ മുന്നിൽ ആക്ട് ചെയ്യുമായിരുന്നു. ജിൻമാൻ ഇപ്പൊ പസിനെ വിളിച്ച് ജിയാൻ പോയിട്ടുണ്ട്, അവൾ ഇനി തൊട്ട് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണ്ടേ. ഈ സമയം കാട്ടിലൂടെ തനിച്ച് ആ ഒരു ഷെൽട്ടറിന്റെ അടുത്തേക്ക് നടക്കുവാണ് നമ്മുടെ ജിയാൻ. അങ്ങനെ നടന്ന് അവൾ അവസാനം ആ ഷെൽട്ടറിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അവൾ പോയി വാതിൽ തുറക്കുന്നതും അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് പട്ടികൾ ഇവളെ നോക്കി കുരയ്ക്കുവാണ്. ആ പട്ടികളെ കാണുമ്പോൾ ഇവൾക്ക് ഇവളിടയ്ക്ക് സ്വപ്നം കാണാതുള്ള ആ ഒരു ചെന്നായയും ഇവയ്ക്കൊപ്പം ഉള്ളതുപോലെ ഒരു ഇല്യൂഷൻ തോന്നുന്നു. അതോടെ ജിയാൻ ആകെ പതറി പോകുന്നു. ഈ സമയമാണ് വീക്കായിട്ടുള്ള ആളുകൾ മാത്രമേ കുരയ്ക്കൂ എന്ന് ജിൻമാൻ പഠിപ്പിച്ച കാര്യം ജിയാൻ ഓർമ്മ വരുന്നത്. അവൾ ധൈര്യം മൊത്തം സംഭരിച്ച് ആ ചെന്നായ്ക്ക് നേരെ ചവണ കൊണ്ടെറിയുന്നു. അങ്ങനെ അത് പോയി. പക്ഷെ അത് ശരിക്കും ഇവളുടെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഡോഗ്സ് ഇവൾക്ക് ചുറ്റും കൂടി നിന്ന് കുരയ്ക്കുവാണ്. ഈ സമയം എവിടെ നിന്ന് ഒരു ഗൺ ഷോട്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടതും ആ പട്ടികൾ ഓടിപ്പോകുന്നു. തിരിഞ്ഞു നോക്കുന്ന ജിയാൻ കാണുന്നത് ഗണ്ണും കൊണ്ട് നിൽക്കുന്ന ജിൻമാനെയാണ്. സീൻ കട്ടാകുമ്പോൾ രണ്ടാളും കൂടെ വണ്ടിയിൽ ഇപ്പൊ തിരിച്ചു വരുവാണ്. അങ്കിള് നേരത്തെ പനിച്ച് വിറയ്ക്കുമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ജിയാനോട് ആ പ്രകൃതി എന്നെ പെട്ടെന്ന് ഭേദമാക്കി എന്നൊരു കള്ളം പറയുകയാണ് ജിൻമാൻ. അല്ല അങ്കിളിന് അവിടെ നിന്ന് ഗൺ കിട്ടിയേ, ആ ഗൺ കയ്യിലിരുന്നിട്ടാണോ നിങ്ങൾ എനിക്ക് ആ ചവട തന്നു വിട്ടേ എന്ന് ചോദിക്കുന്ന ജിയാനോട് ഗൺ എനിക്ക് പസിൻ തന്നതാ, അത് നിനക്ക് തന്നുവിട്ടാലും ഉപയോഗിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുകയാണ് ജിൻമാൻ. അങ്ങനെ പിറ്റേന്ന് തൊട്ട് ഗൺ ഉപയോഗിക്കാൻ ജിൻമാൻ ജിയാന് ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഗൺ യൂസ് ചെയ്യാൻ നമ്മുടെ ജിയാൻ പഠിക്കുവാണ്. ഫ്ലാഷ് ബാക്ക് കട്ടാകുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആ ഡ്രോണിനെ എറിഞ്ഞ ചവണ ഇവളുടെ കയ്യിൽ കിട്ടിയതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അവിടെയുള്ള മറ്റൊരു ഡ്രോണിനെയും ഇതേ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് ജോങ്മിനും ജിയാനും. നേരത്തെ തകർന്നു വീണ ആ ഒരു അലമാരയുടെ വാതിലും ഷീൽഡാക്കിക്കൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഈ സമയം പുറത്ത് മിന്നിയ വണ്ടിയും കൊണ്ടുവരുന്നുണ്ട്. ശേഷം അവള് കാതിൽ നിന്ന് എന്തോ ഒരു മെഷീൻ പുറത്തേക്ക് എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം ജിയാനാണെങ്കിൽ ആ ഒരു ചവണ കൊണ്ട് ഈ ഡ്രോണിനെ നശിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഡ്രോൺ ആണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇവ പെട്ടെന്ന് ആ ഡ്രോൺ ഷൂട്ട് ചെയ്യുന്നത് നിർത്തുമ്പോൾ എന്താ സംഭവം അറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ ഡോറിൽ ഈ ഡ്രോൺ ബോംബ് വെച്ച കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. അത് പൊട്ടുന്നതും രണ്ടാളും കൂടെ പിന്നിലേക്ക് പതിക്കുന്നു. ഇപ്പൊ ഒരു രക്ഷയില്ല, രണ്ടാളും ഡ്രോണിന്റെ മുന്നിൽ കുടുങ്ങിപ്പോയി. ഇനിയൊരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കി പേടിച്ചരണ്ടിരിക്കുവാണ് ജിയാനും ജോങ്മിനും. ഈ സമയം പുറത്ത് മിന്നെ ഒരു വലിയ ഗണ്ണും കൊണ്ടുവന്ന് ഒരു ഡ്രോണിനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള എല്ലാ ഡ്രോണും പ്രവർത്തനം നിലച്ച് നിലത്തേക്ക് വീഴുന്നു. ഈ ഒരു തക്കം കൊണ്ട് ജോങ്മിൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും അങ്ങോട്ട് വന്ന മിന്നെ ഇവൻ അടിച്ച് നിലത്തേക്ക് ഇടുവാണ്. പിന്നീട് ഇവളുടെ വാച്ച് ഇവന്റെ കൈയിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് എന്തോ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വാച്ചില് എന്തോ ഒരു ബീപ് ശബ്ദം കേൾക്കുന്നതും ആരാ നീ എന്ന് ചോദിച്ച് ഗൺ പോയിന്റ് നിർത്തുവാണ് ജോങ്മിനെ. ഞാൻ ജോങ്മിൻ, ജിയാന്റെ ഫ്രണ്ടാ എന്ന് പറയുന്ന അവനെ എന്തോ ഒരു സൂചി കൊണ്ട് കുത്തി ബോധം കെടുത്തുന്നു. ഈ സമയം ആ ചവണയും കൊണ്ട് അങ്ങോട്ട് വരുവാണ് ജിയാൻ. നീയാണോ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചേ എന്ന് പറഞ്ഞ് ആ ചവണ അവൾക്ക് നേരെ വിടുന്നതും മിന്നെ അതിനെ വെട്ടിച്ച് മറികടക്കുന്നു. ശേഷം മിന്നെ തടുക്കാൻ വരുന്ന ജിയാനെ പ്രതിരോധിച്ച് നിലത്തേക്ക് ഇടുവാണ് അവൾ. ജോമിന്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവളുടെ കയ്യിലും മിന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം അവളുടെ വാച്ചില് ഗ്രീൻ
ഗ്രീൻ കളറിൽ എന്തോ കാണിക്കുവാണ്. നീ ഒന്നും ആലോചിക്കാതെയാ പ്രവർത്തിക്കുന്നേ, നീ നിന്റെ അങ്കിളിന്റെ നേരെ ഓപ്പോസിറ്റാ, ഇനി തൊട്ട് നിനക്ക് നിന്റെ അങ്കിളിനെ പോലെ പ്രവർത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവളെ റിലീസ് ചെയ്യുവാണ് മിന്നെ. ഈ സമയം പുറത്തുനിന്ന് ആരും അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് ജിയാനിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മിന്നെ അവളെ ചവിട്ടി നിലത്തേക്ക് ഇടുന്നുണ്ട്. ഇതിപ്പോ ഷൂട്ട് ചെയ്തത് വേറെ ആരുമല്ല, സ്യോങ്ജോ ആണ്. അതായത് ഇപ്പൊ ഈ കാണിക്കുന്നത് നമ്മുടെ 1ാമത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഭാഗത്ത് കണ്ടില്ലേ, ആ ഒരു സീൻസ് ആണ്. ഇതുവരെ കാണിച്ചത് ജിയാൻ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് എന്നായിരുന്നു. സ്യോങ്ജോയുടെ ഗണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നതും മിന്നയും ജിയാനും രണ്ട് മൂലകളിലായിട്ട് പോയി ഒളിക്കുന്നു. ഈ സമയം മിന്ന ജിയാനോട് പറയുവാണ്, ഞാനിവിടെ നീയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നതാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, ആരാ നീ, ജോമിനെ നീ എന്താ ചെയ്തേ എന്ന് ചോദിക്കുവാണ് ജിയാൻ. പേടിക്കണ്ട, അവൻ മരിച്ചിട്ടൊന്നുമില്ല, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ജിയാൻ, നിനക്കിത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നില്ലേ? നീ 3 തവണ ജിന്മാന്റെ പേര് ആകാശത്തിലോട്ട് നോക്കി വിളിച്ചു വന്നിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ വെച്ച് ഒരു പെണ്ണ് നിന്നെ ബുള്ളി ചെയ്തപ്പോ, നീ സെക്ഷലി ഹറാസ് ചെയ്യപ്പെട്ടപ്പോ, പിന്നെ നീ ജോലി ചെയ്ത കൺവീനിയൻസ് സ്റ്റോറിലെ ബോസ് നിന്നെ കൊടുക്കാൻ ശ്രമിച്ചപ്പോ, അവർക്കെല്ലാം എന്താ സംഭവിച്ചേ നിനക്കറിയില്ലായിരിക്കും ചിലപ്പോ. പക്ഷേ നിന്റെ വലത്തെ കയ്യിലൊരു കോഡുണ്ട്. നീയും നിന്റെ അങ്കിളും മാത്രമാണ് ഏക ഗ്രീൻ കോഡ്സ്. കോഡ് കിട്ടിയ മറ്റെല്ലാവർക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ടാണ് നീ നിന്റെ അങ്കിളിന്റെ പേര് വിളിച്ചു പറഞ്ഞപ്പോ നിന്നെ ആക്രമിച്ചവരെല്ലാം കുടുങ്ങിപ്പോയത്. നിന്നെ സ്കൂളിൽ ബുള്ളി ചെയ്ത പെൺകുട്ടി ട്രാൻസ്ഫർ ആയിപ്പോയി, നിന്നെ സെക്ഷൽ ഹറാസ് ചെയ്തവൻ സ്കൂളെ വിട്ടുപോയി, പിന്നെ നിന്റെ ബോസിന് ഒരു ആക്സിഡന്റ് പറ്റിയല്ലേ എന്ന് മിന്നെ പറയുന്നത് കേൾക്കുമ്പോ, നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് ചോദിക്കുവാണ് ചെയ്യാൻ. നീ ഇപ്പൊ എല്ലാം കണ്ടില്ലേ, ആ ഡ്രോൺസ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു. ഈ സമയം ഇവരുള്ള വീടിനെ ലക്ഷ്യം വെച്ച് കുറച്ചു പേരൂടെ ഒരു പാലത്തിൽ തോക്കെല്ലാം വെച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും സ്യോങ്ജോ ഈ വീടിനെ എയിം ചെയ്ത് പലതവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സ്യോങ്ജോയുടെ വിഷൻ കളയാൻ വേണ്ടിയിട്ട് മിന്നിയാണെങ്കിൽ അവിടെയെല്ലാം പുക കടത്തിവിടുവാണ്. ഇത് കണ്ട സ്യോങ്ജോക്ക് ആരോ ജിയാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാകുന്നു. ഇവൻ അപ്പൊ തന്നെ പാലത്തിന്റെ മറ്റൊരു സൈഡിൽ നിൽക്കുന്ന സൈന്യത്തിന് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്. ആരോ ജിയാനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മാത്രമല്ല അവിടെ മൊത്തം സ്മോക്കാണ്, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല എന്ന് സ്യോങ്ജോ ഇൻഫർമേഷൻ കൊടുക്കേണ്ട താമസം ഇപ്പൊ ആ വീടിനെ ലക്ഷ്യമാക്കി വേറൊരു ഡ്രോൺ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഡ്രോൺ ആ പുകയെ മൊത്തം അവിടെ നിന്ന് ഇല്ലാതാക്കുവാണ്. ഈ സമയം ആ ഡ്രോണിനെ ഷൂട്ട് ചെയ്ത് വരുന്ന മിന്നിയെ സ്യോങ്ജോ കാണുന്നു. അവളെ കണ്ടതും മിന്നിയെ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുവാണ് സ്യോങ്ജോ. മിന്നിയെ സ്യോങ്ജോയുടെ എയിമിൽ കിട്ടുന്നതും അവൻ അവളെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ മാറുന്നതുകൊണ്ട് മിന്നിയയ്ക്ക് കയ്യിലാണ് ആ ഒരു ഷൂട്ട് ഏൽക്കുന്നത്. അങ്ങനെ മിന്നിയുടെ കയ്യിലെ തോക്കും തെറിച്ചു പോകുന്നു. ഈ ഒരു സീൻ തൊട്ടാണ് പിന്നീട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. തോക്കെടുക്കാൻ വേണ്ടി മേലേന്ന് ജിയാൻ താഴേക്ക് ചാടുന്നതും അവിടെ കിടന്ന സോഫയെന്ന് അവക്കൊരു വലിയ ഗൺ കിട്ടുന്നതും. ആ ഒരു ഗണ്ണുകൊണ്ട് സ്യോങ്ജോയെ ജിയാൻ ഷൂട്ട് ചെയ്യുമെങ്കിലും സ്യോങ്ജോയുടെ വണ്ടിയുടെ ചില്ല് മാത്രമാണ് അതുകൊണ്ട് തകർക്കാൻ കഴിയുന്നത്. ഈ സമയം ജോമിന് ബോധം വന്നിട്ടുണ്ട്. അവനെ എഴുന്നേറ്റ് നമ്മളിനി എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്നതും ദേ അവന്റെ പിറകിലൂടെ ഒരുത്തൻ അവനെ വെട്ടാൻ വേണ്ടി വരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് മിന്നി അവനെ ഷൂട്ട് ചെയ്തിടുന്നു. നോക്കുമ്പോൾ ഇവരുടെ വീട് മൊത്തം ഇപ്പൊ ആ സൈന്യം വളഞ്ഞിരിക്കുവാണ്. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ മിന്നി ഇവരോട്, ഞാൻ ഇവരെ കവർ ചെയ്തോളാം, നിങ്ങൾ പെട്ടെന്ന് സ്റ്റോറേജ് റൂമിലോട്ട് പൊക്കോ, അവിടെ നിന്റെ അങ്കിളിന്റെ വർക്ക് റൂമിന്റെ ഭാഗത്ത് മൾദേ ഹെൽപ്പിലോട്ടുള്ള ഒരു ഡോർ ഉണ്ട്, അവിടെ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, അത് നിന്റെ അങ്കിളിന് ഞാൻ കൊടുത്ത പ്രോമിസാ എന്ന് പറയുന്ന മിന്നിയോട്, ഞാൻ എന്തിനാ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നേ എന്ന് ജിയാൻ ചോദിക്കുമ്പോൾ, നിന്റെ അങ്കിൾ ശരിക്കും ആരാണെന്ന് അറിയാൻ നീ ക്യൂരിയസ് അല്ലേ എന്ന് ചോദിക്കുവാണ് മിന്നി. ഈ സമയം ഒരു ഡോറും ഷീൽഡാക്കി വെച്ച് ഇവരെ രണ്ടുപേരൂടെ സ്റ്റോറേജ് റൂമിലോട്ട് പോവാണ്. ഇത് കണ്ട സ്യോങ്ജോ അപ്പൊ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ സൈന്യത്തിന് പാസ് ചെയ്യുന്നുണ്ട്. ഇവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്യോങ്ജോയെ മറ്റൊരു ഭാഗത്ത് നിന്നും മിന്നി ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു ഷൂട്ട് കറക്റ്റ് ആയിട്ട് കൊള്ളുന്നത് സ്യോങ്ജോയുടെ ഡ്രൈവർക്കും. അങ്ങനെ മിന്നിയുടെ സഹായത്തോടെ ജിയാനും ജോമിനും ആ സ്റ്റോറേജ് റൂമിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും ആ സൈന്യവും ആ സ്റ്റോറേജ് റൂമും വളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെ സൈന്യത്തിന് കാണാതിരിക്കാൻ പാകത്തിന് മിന്നിയെ ഒരു ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരൂടെ ഇപ്പൊ ഒരു ഡോറിന്റെ അടുത്ത് പോയി എത്തുവാണ്. പക്ഷെ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ആ ഡോർ തുറക്കൂ. ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ പാസ്വേഡ് അറിയുകയില്ല. ജിന്മാന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഇതിൽ അവൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ല. ഈ സമയമാണ് പണ്ട് ജിന്മാൻ തന്റെ സ്കൂൾ ID നമ്പർ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ കാര്യം ജിയാൻ ഓർമ്മ വരുന്നത്. അപ്പൊ തന്നെ അവൾ ആ നമ്പർ എൻ്റർ ചെയ്യുന്നതും അവര് രണ്ടുപേരും നിന്ന ഭാഗം നേരെ താഴേക്ക് പോകുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ആ താഴെയുള്ള സ്ഥലത്തേക്ക് ചെന്നെത്തുന്നു. അത് വെറൊരു സ്റ്റോറേജ് റൂമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു, പകരം ഒരു കൂറ്റൻ മാൾ. തങ്ങളുടെ വീടിന് താഴെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് അതിശയത്തിലിരിക്കുവാണ് ജിയാൻ. അവിടെ ഒരുപാട് വെപ്പൺസ് നമുക്ക് കാണാം. ഈ സമയം മുഖംമൂടി ധരിച്ച ഒരാള് ഇവരെ രണ്ടുപേരെയും ഗണ്ണിന്റെ പോയിന്റിൽ നിർത്തുന്നു. ഇപ്പൊ ജിയാനെ കണ്ടതും ആ മുഖംമൂടിയിട്ട ആൾ, ഹായ് ജിയാൻ, ഞാൻ ബ്രദറാ എന്ന് പറയുന്നു. ഈ ഒരു സീനോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ആരായിരിക്കും ഈ ബ്രദർ? ശരിക്കും ആരാണ് ജിന്മാൻ എന്ന് അവിടെ നിന്ന് നമ്മുടെ ജിയാന് മനസ്സിലാവും. ഇനിയും ഇതിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റ് എല്ലാം വരാൻ പോകുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.